ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവിന്റെ റസൂൽ തിരുദൂതർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റമളാൻ ആഗതമാകുന്നതിന് മുമ്പുള്ള ഈ പരിശുദ്ധമായ 2 മാസങ്ങൾ റജബും ശഅബാനും അതിന്റെ പവിത്രതയെ വരച്ചു കാണിച്ചുകൊണ്ടുള്ള അനവധി ഹദീസുകൾ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, ഏറ്റവും ഭവ്യതയോടുകൂടിയും ഏറ്റവും ആദരവോടുകൂടിയും നാം കാണേണ്ട മാസമാണ് പരിശുദ്ധമായ റജബ്. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സപ്തവാനങ്ങൾക്കപ്പുറം കിടന്ന് മാലാഖമാര് പോലും കടന്നു ചെല്ലാൻ കഴിയാത്തിടത്ത് ഒരു മനുഷ്യനായ പ്രവാചകൻ കടന്നു ചെന്ന് തന്റെ യജമാനനായ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന പ്രപഞ്ച സൃഷ്ടാവിനെ നേർക്ക് നേരെ കണ്ട പരിശുദ്ധമായ മാസമാണ് റജബ്. അതുകൊണ്ട് തന്നെയാണ് അതിന് പവിത്രതയും അതിന് ഏറ്റവും ശ്രേഷ്ഠതയും കിട്ടുവാനുള്ള കാരണവും അത് തന്നെയാണ്. എല്ലാ ബറക്കത്തുകളും ഇറങ്ങുന്ന മാസമാണ് ഈ റജബ് എന്ന് ഞാനും നിങ്ങളും ആവർത്തിച്ച് ദുആയിരക്കുമ്പോ എല്ലാ നമസ്കാര ശേഷവും അല്ലാഹുമ്മ ബാരിക് ലനാ, ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്, ഫീ റജബിൻ വ ശഅബാൻ, റജബിലും ശഅബാനിലും. അല്ലാഹുവിന്റെ റസൂൽ ധാരാളം ദുആ ഇരുന്നിട്ടുണ്ട് ബറക്കത്തിനെ പറ്റിയിട്ട്, ധാരാളം ദുആ. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ പ്രധാനമായിട്ട് ദുആ ചെയ്ത ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്ത ഒരു രംഗം സ്വഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ, ഓ അല്ലാഹ്, bless my people in their mornings. പടച്ചവനെ, അവരുടെ പ്രഭാതങ്ങളിൽ നീ അവർക്ക് ബറക്കത്ത് ചെയ്യണമേ അല്ലാഹ്. എന്റെ സമുദായത്തിന്റെ പ്രഭാതങ്ങളിൽ നീ ബറക്കത്ത് ചെയ്യണമേ അല്ലാഹ് എന്ന് ശഫീഉൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതല്ലേ രാവിലെ നമ്മൾ ഒരു വീട് വെക്കുമ്പോൾ കല്ലിടുന്നത്, രാവിലെ ഒരു കടയുടെ ഉദ്ഘാടനം ചെയ്യുന്നത്, പ്രഭാതത്തിൽ നല്ല കാര്യങ്ങൾ തുടങ്ങുന്നത്, ഈ മുത്തഅല്ലിമീങ്ങൾ കൂടുതലും പഠനത്തിന് വേണ്ടി വിനിയോഗിക്കുകയും പാഠങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നത് പ്രഭാത സമയങ്ങളിലാണ്. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു, അല്ലാഹുവേ എന്റെ സമുദായത്തിന്റെ പ്രഭാതങ്ങളിൽ നീ ബറക്കത്ത് ചെയ്യണമേ അല്ലാഹ്. എന്ത് തുടങ്ങിയാലും എന്ത് പ്രാരംഭം കുറിച്ചാലും അതിന് അല്ലാഹുവിന്റെ റസൂലിന്റെ ആ ദുആയോട് കൂടിയുള്ള ഫലം നമുക്കുണ്ടാകും തീർച്ചയാണ്. കാരണം നബി തങ്ങൾ അങ്ങനെ ദുആ ചെയ്തിട്ടുണ്ട്. സഹോദരങ്ങളെ, ഓരോ നിലയ്ക്കും നമ്മൾ ഈ ബറക്കത്തിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാന്മാരായ ഉലമാക്കൾ അതിന്റെ വിശേഷണങ്ങളും സവിശേഷതകളും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇന്ന് നമ്മുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു രംഗമാണ്, അല്ലെങ്കിൽ ഒരു അധ്യായമാണ് ബറക്കത്ത്. നമുക്ക് ബറക്കത്തുകൾ ഇല്ലാതെ പോവുകയാണ്. സമയമില്ല, സമയത്തിൽ ബറക്കത്തില്ല. ഒന്ന് പള്ളിയിൽ ഇന്ന കാര്യത്തിന് വേണ്ടി വരണം, ഓ സമയമില്ല, തിരക്കാണ്, എല്ലാവർക്കും തിരക്കാണ്, ആർക്കും സമയമില്ല, സമയത്തിൽ ബറക്കത്തില്ല. അതാണ് നമ്മുടെ മുൻഗാമികൾക്കും ഇതേപോലെ 24 മണിക്കൂറായിരുന്നു, മാസത്തിൽ 30 ദിവസമായിരുന്നു. അവർക്ക് എല്ലാത്തിനും വേണ്ടുവോളം സമയങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് നമുക്ക് സമയമില്ല, പഠിക്കാൻ സമയമില്ല, ജോലി ചെയ്യാൻ സമയമില്ല, വീട്ടിൽ വന്ന് ഭാര്യ ഒന്ന് കാണാൻ സമയമില്ല, കല്യാണത്തിന് വിളിച്ചാൽ വരാൻ സമയമില്ല, ഒന്നിനും സമയമില്ല. ബറക്കത്തുകൾ ഇങ്ങനെ ഓരോ നിലയ്ക്കും അല്ലാഹു നമ്മിൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ദുആയിരുന്നു, അല്ലാഹുമ്മ ബാരിക് ലനാ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീമാ അഅ്തൈതനാ. നമ്മളിവിടെ നമസ്കാര ശേഷങ്ങളിൽ പലപ്പോഴും ഈ ദുആ ഇറക്കുന്നുണ്ട്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ബാരിക് ലനാ, നീ ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്, ഫീമാ അഅ്തൈതനാ, ഞങ്ങൾക്ക് നൽകിയ എല്ലാ കാര്യങ്ങളിലും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഭയങ്കരമായ ദുആ, ഭയങ്കരമായ ദുആ. നീ എന്തും തന്നാലും, നീ വീട് തന്നാലും, നീ സമ്പത്ത് തന്നാലും, നീ വാഹനം തന്നാലും, നീ മക്കളെ തന്നാലും, നീ വിദ്യാഭ്യാസം തന്നാലും, നീ ഇൽമ് തന്നാലും, അല്ലാഹ് എല്ലാ കാര്യത്തിലും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഇത് ആര് ദുആയിരുന്നു? പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബറക്കത്തുடைய മനുഷ്യനാണ്, ബറക്കത്താക്കപ്പെട്ട മനുഷ്യനാണ്. ആ റസൂലുള്ള ദുആ ആയിരുന്നതാണ്, അല്ലാഹുവേ എന്ത് തന്നാലും നീ ബറക്കത്ത് തരണേ അല്ലാഹ്. ഇന്ന് ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടോ സഹോദരങ്ങളെ? ഇന്ന് വീട്ടിൽ ബറക്കത്തുണ്ടോ സഹോദരങ്ങളെ? പുതിയ പുതിയ ഭവനങ്ങളുടെ വിശാലതയും വണ്ണവും വിസ്തീർണവും കണ്ട അല്ലാഹുവേ, പള്ളികൾ പുനർനിർമ്മാണങ്ങൾ നടത്തുമ്പോൾ പള്ളിയുടെ വലിപ്പം കണ്ട താജ്മഹൽ തോറ്റു. പക്ഷെ ഒരു ബറക്കത്തില്ല. അകത്ത് കയറിയും ദുആരക്കുമ്പോ ഒരു ഭവ്യതയില്ല. പക്ഷെ പഴയ വീടുകൾ ഓലക്കൂടായിരുന്നെങ്കിലും അതിൽ ബറക്കത്തുണ്ടായിരുന്നു. പഴയ കാരണവന്മാർ മക്കളെയും കൂട്ടി ഒരുമിച്ച് കൂട്ടിയിരുന്ന് കഞ്ഞിയും ചമ്മന്തി ഉണ്ടാവുള്ളൂ. എന്തൊരു ബറക്കത്തും ടേസ്റ്റുമായിരുന്നു. ഇന്നലെ നമ്മുടെ കൂടെ ഇരുന്ന് കഴിക്കുന്ന ഉസ്താദ് പറഞ്ഞു, ആ ടേസ്റ്റ് ഒന്നും ഇന്നില്ല ഉസ്താദെ ഭക്ഷണത്തിൽ. ബറക്കത്തില്ലാത്തത് കൊണ്ടാണ്. ഭക്ഷണത്തിന്റെ വിഭവങ്ങൾക്ക് കുറവുണ്ടോ സഹോദരങ്ങളെ? ദുആ ഇറക്കണം എപ്പോഴും ഒന്ന് ബറക്കത്ത് കിട്ടാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീമാ അഅ്തൈതനാ. മാത്രമല്ല നബി തങ്ങൾ ദുആ ഇറക്കുമായിരുന്നു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മുദ്ദിനാ വസഅഇനാ. ഞങ്ങളുടെ കച്ചവടങ്ങളിൽ, ഞങ്ങളുടെ സമയങ്ങളിൽ, ഞങ്ങളുടെ മിനിറ്റുകളിൽ, ഞങ്ങളുടെ മണിക്കൂറുകളിൽ, ഞങ്ങളുടെ ആരോഗ്യത്തിൽ എന്തെല്ലാമാണോ നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്, നീ ബറക്കത്തില്ലാതെ തരല്ലേ അല്ലാ. കോടാനുകോടീശ്വരൻ, ശതകോടീശ്വരൻ വീട്ടിന്റെ അകത്ത് മനസമാധാനമായിട്ട് ഉറങ്ങിയിട്ട് കാലങ്ങളായി. സമ്പത്തുണ്ടായത് കൊണ്ട് ബറക്കത്ത് കിട്ടൂല സഹോദരങ്ങളെ. കുടുംബം ഒരുപാട് അംഗങ്ങൾ ഉണ്ടായതുകൊണ്ട് ബറക്കത്തുണ്ടാവൂല സഹോദരങ്ങളെ. ബറക്കത്തുണ്ടാവണമെങ്കിൽ അത് കിട്ടുവാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അത് നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളിൽ അകന്നു നിൽക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട് ശ്രദ്ധിക്കേണ്ട നമ്മൾ കാര്യം. നമ്മളെ ബറക്കത്തുകൾ നഷ്ടപ്പെട്ടു പോകാനുള്ള ഒന്നാമത്തെ കാരണം നിങ്ങൾ അല്ലെന്ന് പറ, അല്ലെങ്കിൽ നിങ്ങൾ അല്ലെന്ന് പറ, ദുർവിനിയോഗമാണ്. ദുർവിനിയോഗം, ഇസ്റാഫ്, ദുർവിനിയോഗം. എല്ലാം അല്ലാഹു വാരിക്കോരി തന്നപ്പോൾ ദുർവിനിയോഗം ചെയ്യുന്നു നമ്മൾ. ഭക്ഷണം കഴിച്ചതിന്റെ ബാക്കി വേസ്റ്റുകൾ എടുത്ത് വെളിയിൽ പള്ളയിൽ എറിഞ്ഞു കളയുന്നു. നിരവധി അനവധി ദിവസങ്ങൾ. എത്രത്തോളം ഭക്ഷണങ്ങൾ ഹോട്ടലിൽ കയറി വിഭവസമൃദ്ധമായ ആഹാരം മുമ്പിൽ വേടിച്ചു വെച്ചിട്ട് അതിന്റെ പകുതിയും നശിപ്പിച്ചു കളയുന്നു നമ്മൾ. നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ കഷ്ടപ്പെട്ട് പാടുപെട്ട് പണിയെടുത്ത് കൊണ്ടുവരുന്ന ഭക്ഷണം അത് പുറത്തേക്ക് നമ്മുടെ പെണ്ണുങ്ങളും നമ്മുടെ മക്കളും വലിച്ചെറിയുമ്പോൾ ഗൃഹനാഥനായ വാപ്പയുടെ ഉള്ളിൽ ഒരു പിടച്ചിലുണ്ടാകും. എന്റെ കഷ്ടപ്പാടാണല്ലോ അല്ലാഹ്. ഒരു പറ്റ് ചോറ് കളഞ്ഞാൽ ബറക്കത്ത് നഷ്ടപ്പെട്ടു സഹോദരങ്ങളെ. ഒരു പറ്റ് ചോറ് നിങ്ങൾ ഒരു ദിവസം കളയുന്നുണ്ടോ, നിങ്ങളുടെ വീട്ടിന്റെ ബറക്കത്ത് നഷ്ടപ്പെട്ടു. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒരു പറ്റ് ചോറ് നീ കളയാൻ പാടില്ല. ആ ഒരു പറ്റ് ചോറ് തറയിൽ വീണുപോയാൽ നിന്റെ ഇടത് കൈ കൊണ്ടെടുത്ത് നിന്റെ വലത് കൈയിൽ വെച്ച് അതിന്റെ അഴുക്കുകൾ കഴിഞ്ഞ് നീ ഭക്ഷിക്കണമേ എന്ന് ഷഫീഉനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആര് ശ്രദ്ധിക്കുന്നു? ഇവിടെ അന്താരാഷ്ട്ര കാര്യങ്ങളാണ് ചർച്ച. ഇതൊന്നും നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയില്ല. ബഹുമാനപ്പെട്ട തഴവാ ഉസ്താദ് അവരുകൾ വിദേശത്ത്, അതായത് മലബാർ ഭാഗങ്ങളിലൊക്കെ പ്രസംഗിക്കാൻ പോകുമ്പോൾ ഭാര്യയ്ക്ക് ഇങ്ങനെ കത്തെഴുതും. രസകരമായ കുറെ കത്തുകൾ. അതിനകത്ത് ബഹുമാനപ്പെട്ടവർ എഴുതിയപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, ചോറ് കളയരുത്, വിളമ്പി നിലത്ത് പൊഴിയരുതേ, ഒരു മണി അരിക്ക് പെരിയവൻ കൊടുത്ത പദവിയും മഹത്വമേറിയതാ, ശിഫയത് മുഴുക്കയാക്കിയതാ. തഴവാ ഉസ്താദ് ഭാര്യയ്ക്ക് ഇങ്ങനെ കത്തെഴുതും. മലബാറിൽ പോകുമ്പോൾ ഭാര്യയോട് ഇങ്ങനെ ഓരോ ഭാഗങ്ങളിലും ഇങ്ങനെ കത്തെഴുതും. അപ്പൊ എഴുതിയ കൂട്ടത്തിൽ 4 വരെ ഒരുപാട് പാട്ട് ഇങ്ങനെയുണ്ട്. ആ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ടവർ ഭാര്യയ്ക്ക് എഴുതിയതാ, ചോറ് കളയരുത്, വിളമ്പി നിലത്ത് പൊഴിയരുതേ, ഒരു മണി അരിക്ക് പെരിയവൻ കൊടുത്ത പദവിയും മഹത്വമേറിയതാ, ശിഫയത് മുഴുക്കയാക്കിയതാ. ഒരു മണി അരി നീ കളയരുത്. ഭാര്യയോട്, പെണ്ണെ നീ ഒരു മണി എങ്ങനെ മക്കൾക്ക് നീ വിളമ്പുമ്പോ നീ വിളമ്പുന്ന കൂട്ടത്തിൽ ഒരു മണി അരി നിലത്ത് പൊഴിയരുത്. കാരണം അതിന് അള്ളാഹു കൊടുത്ത പദവി മഹത്വമായ പദവിയാണ്, അതിൽ ശിഫയുണ്ട് എന്ന് നബി മുഹമ്മദ് മുസ്തഫ. സഹോദരങ്ങളെ, ബറക്കത്ത് ഞാനും നിങ്ങളും കളയുന്ന ആ ഒരു അരമണിയായിരിക്കും. ഞാൻ നിങ്ങളും ഇങ്ങനെ കഴിച്ചിട്ട് ചിലപ്പോ വിരലിങ്ങനെ ഒരു പറ്റ ചോറ് ഇങ്ങനെ കുടഞ്ഞു കളയില്ലേ?
കുടഞ്ഞു കളയില്ല. അപ്പൊ തെറിച്ചു പോകുന്ന ഒരു അരിയില്ലേ, അതിനായിരിക്കും ബറക്കത്ത്, അതിലായിരിക്കും ശിഫ, അതിലായിരിക്കും ക്യാൻസറിന്റെ മരുന്ന്, അതിലായിരിക്കും ബ്രെയിൻ ട്യൂമറിന്റെ മരുന്ന്, അതിലായിരിക്കും നിന്റെ ശരീരം നാഡീ ഞരമ്പ് തളർന്നു പോകുന്ന രംഗങ്ങളുടെ മരുന്ന് ആ ഒരു അരമണിയിലായിരിക്കും. ഇറച്ചി കടിച്ചിട്ട് എല്ല് കളയുമ്പോ അതിന്റെ കൂട്ടത്തിൽ ഒരു ഘട്ടം മാംസം ഉണ്ടാവും, ശ്രദ്ധിക്കൂല. കാരണം വയറ് വീത്തിട്ട് ഏമ്പക്കം പോയേ, പിന്നെ ഇനി എന്തിനാ അത്? നമ്മൾ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങളും പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന എന്റെ സാധാരണക്കാരും ഒരുപോലെ ഗൗനിക്കേണ്ട വിഷയമാണ്. അരി എന്ന് പറയുന്ന വസ്തു അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒളിവ് കൊണ്ട് പടച്ചതെന്നാണ്. അരി എന്ന് പറയുന്നതാണ് ഇപ്പൊ തിന്നാൻ ഷുഗർ കൂടുന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് ഇപ്പൊ പുതിയൊരു ചികിത്സാ രീതി ഇറങ്ങിയിട്ടുണ്ട്, ഇറച്ചിയൊക്കെ കഴിക്കാം, അരി ആഹാരങ്ങൾ ഒഴിവാക്കിയത്. ഇപ്പൊ അങ്ങനെ പുതിയ സംവിധാനം ഇറങ്ങിയിട്ടുണ്ട്. പടച്ചോൻ കാത്ത് രക്ഷിക്കട്ടെ. അത് പറഞ്ഞപ്പോൾ നമ്മുടെ ഒരു സഹോദരൻ അങ്ങനെ കഴിച്ചിട്ടിരിക്കുമ്പോൾ നമ്മുടെ കോഴിക്കോട് വലിയ കാലി ബഹുമാനപ്പെട്ട അബ്ദുൽ നാസർ ഹയ്യി ശിഹാബ് തങ്ങൾ തവ്വലല്ലാഹു ഉംറ, അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ, ബഹുമാനപ്പെട്ടവർ പറഞ്ഞു അത് ചെയ്യരുത്. കാരണം അരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഇൻബോൺ ജന്മന നമുക്ക് കിട്ടുന്ന ഒരു ആരോഗ്യത്തിന്റെ സത്താണ് അരി. കാരണം നമ്മുടെ ഉമ്മാടെ ഉമ്മായും ഒട്ടക ഇറച്ചി ആട്ടിറച്ചി നിന്ന് വളർന്നവരല്ല, അവർ കഞ്ഞി കുടിച്ച് വളർന്നവരാണ്. അവരുടെ വയറ്റിൽ നിന്നുണ്ടാകുന്ന നമുക്ക് അരിയുടെ ഒരംശം നമ്മുടെ ശരീരത്തിലുണ്ട്. അത് നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ ആരോഗ്യം കുറയും. ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് പാടി നോക്ക്. ഭദ്രരീതിയിലായി നബിയുടെ ഒളിവ് മധ്യമിലായി അരിയുടെ അകമിലാക്കി മുത്തിനൊത്തൊരു ചിപ്പിയാക്കിയതാ തന്നെ പൊട്ടിമാറിയതാ. ഭദ്രരീതിയിലായി നബിയുടെ ഒളിവ് മധ്യമിലായി അരിയുടെ അകമിലാക്കി മുത്തിനൊത്തൊരു ചിപ്പിയാക്കിയതാ തന്നെ പൊട്ടിമാറിയതാ. അരി പടച്ചപ്പോ അരിയുടെ മധ്യഭാഗത്ത് അള്ളാന്റെ റസൂലിന്റെ ഒളിവ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ താനെ പൊട്ടിമാറി അരിമണികളായതെന്നാണ് അതിന്റെ സൃഷ്ടിപ്പിനെ പറ്റി ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് പാടുന്നത്. ആലോചിച്ച് നോക്കുക സഹോദരങ്ങളെ, എത്ര അരിമണിയാണ് എടുത്തു കളയുന്നത്. അതുകൊണ്ട് ബറക്കത്ത് നഷ്ടപ്പെടുത്തി കളയുന്നത് റസൂൽ പറഞ്ഞു, നിനക്കറിയില്ല ഭക്ഷണത്തിന്റെ ഏത് മൂലയിലാണ് ബറക്കത്ത് നിനക്കറിയില്ല. അതുകൊണ്ട് ഒരു തരി ഭക്ഷണം നീ പാഴിക്കളയുന്നത്, നീ രാവും പകലും ഇരുന്നിട്ട് അല്ലാഹുമ്മ ബാരിക് ലനാ എന്ന് പറഞ്ഞിട്ട് ഈ നികൃഷ്ടമായ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ ചെയ്താൽ അത് ബറക്കത്ത് നഷ്ടപ്പെടുത്തി കളയുമെന്ന് ഷഫീഉൽ വറ നബി മുഹമ്മദ് മുസ്തഫ. ഗൗരവത്തോടെ എടുക്കണേ സഹോദരങ്ങളെ. ഇന്ന് ആരോഗ്യത്തിന് ബറക്കത്തില്ല. എന്തുകൊണ്ട്? നമ്മുടെ കാരണവന്മാർ 90ഉം 99ഉം വയസ്സായവർ ഇന്നും നടന്ന് പള്ളിയിൽ വരുന്നു അല്ലേ? ഇന്നും ഈ പള്ളിയിൽ ജുമാക്ക് 95 വയസ്സുള്ള കാരണവരില്ലേ? അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. 40ഉം 35ഉം വയസ്സായവനിക്ക് നട്ടലിന് കേടാണ്, നട്ടലിന് വളവാണ്, നൂരാൻ വയ്യ, കാല് വയ്യ. എന്തുകൊണ്ട്? നമ്മുടെ ശരീരത്തിന്റെ ബറക്കത്തുകൾ നഷ്ടപ്പെട്ടു പോകുന്നു. ഇന്ന് അമിതമായി കൊണ്ടിരിക്കുന്ന നമ്മുടെ ഏറ്റവും വലിയ അപകടകരമായ അവസ്ഥയാണ് സ്മോക്കിംഗ്, സിഗരറ്റ് വലി. ഇന്ന് അമിതമായി കൊണ്ടിരിക്കുകയാണ് ചെറുപ്പക്കാരുടെ ഇടയിൽ. കാരണവന്മാരെയല്ല ഞാൻ കൂടുതലും പറയുന്നത്. അവർ പിന്നെ പ്രായം കൊണ്ട് ചിലപ്പോൾ വലിച്ചു പോകും. ചെറുപ്പക്കാരുടെ ഇടയിൽ അപ്പൊ അതൊക്കെ എല്ലാം മുസ്ലിയാർ വലിക്കുന്നുണ്ടല്ലോ, അതാണ് തെളിവ്. പെരുമ്പാവൂരത്തെ മുസ്ലിയാരും മൂവാറ്റുപുഴയിലെ മുസ്ലിയാരും ആലുവയിലെ മുസ്ലിയാരും വലിക്കുന്നുണ്ട്. അവരൊക്കെ വലിയ പ്രഭാഷകരാ. അതാണ് ഇന്നത്തെ തെളിവേ. നിന്റെ ആരോഗ്യത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു പ്രവർത്തനമാണെന്ന് നീ മനസ്സിലാക്കിയാൽ നീ അത് ചെയ്യരുതെന്ന് പരിശുദ്ധമായ ഖുർആൻ. നിന്റെ ആരോഗ്യത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു പ്രവർത്തനം നിന്റെ കയ്യിൽ ഉണ്ടാവാൻ പാടില്ല. അതിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യൂല. അള്ളാഹുവിന്റെ പരീക്ഷണം ഇൻഷാ അള്ളാഹു ഉണ്ടാകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ സിഗരറ്റ് വലിച്ചുകൊണ്ട് എന്ത് കുഴപ്പം? ചുമ്മാ പുക പോകണല്ലേ ഉള്ളൂ. ആ സിഗരറ്റിന്റെ അടിയിൽ ആ കവറിൽ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. സിഗരറ്റ് വലിക്കുന്നതൊക്കെ ഒന്ന് ചിരിക്കും. കടിച്ചു പിടിച്ചിരിക്കണ്ട. സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. അതിനകത്ത് എഴുതിയിട്ടില്ലേ? ക്യാൻസർ വന്നിട്ട് അത് പുറത്തു വന്നിട്ട് ക്യാൻസർ വന്നതിന്റെ ചിത്രം കാണിച്ചു കൊടുത്തിരിക്കുക. നീ ഇത് വലിച്ചാൽ നിനക്ക് വരാൻ പോകുന്നത് ഇതാണ്. അത് കണ്ടിട്ട് അള്ളാഹു തന്ന ആരോഗ്യത്തെ, അള്ളാഹു തന്ന ആയുസിനെ, അള്ളാഹു തന്ന അത് ഹലാലാണോ ഹറാമാണോ എന്ന മസ്അല നോക്കണ്ട സഹോദരങ്ങളെ. അള്ളാഹു തന്ന ആരോഗ്യം, അള്ളാഹു തന്ന ആയുസ്, അതിനെ പുകച്ചു തീർക്കുന്നവരെ, അതിനെ കരിച്ചു തീർക്കുന്നവരെ, അത് ഹറാമായ നിലയിൽ സമ്പത്ത് ചെലവഴിക്കുന്നവരെ നിങ്ങൾ ആലോചിച്ചു കൊള്ളുക. നിങ്ങളുടെ ആരോഗ്യത്തെ നശിപ്പിക്കുകയാണ്. നാളെ നിങ്ങൾക്കൊരു ക്യാൻസർ വന്നാൽ അള്ളാഹു ഉത്തരവാദിയല്ല. അള്ളാഹു ഉത്തരവാദിയാവണം എങ്ങനെയാ?
പടച്ചവൻ കാത്തു രക്ഷിക്കുമാറാവട്ടെ. പയ്യെ പയ്യെ പിന്മാറുക, പയ്യെ പയ്യെ പിന്മാറുക. അള്ളാഹു തന്ന നിഅമത്തായ അനുഗ്രഹത്തെ നശിപ്പിച്ചു കളയുകയാണ്. ബറക്കത്ത് എങ്ങനെ കിട്ടും? നിങ്ങൾ പറ. സമ്പത്ത് കിട്ടിയിട്ട് ആ സമ്പത്ത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത രൂപത്തിൽ ചെലവഴിച്ചാൽ എങ്ങനെ അള്ളാഹു ബറക്കത്ത് തരും? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ എന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ ചെയ്യുന്നത്? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, പള്ളിയുടെ ചുറ്റുമുള്ള ഭാഗങ്ങളിൽ ദയവായി നിങ്ങളത് ചെയ്യരുത്. അത് ചെയ്യുമ്പോൾ അടുത്ത് നിൽക്കുന്ന സഫിൽ ഒരു സിഗരറ്റ് വലിക്കുന്ന ആള് സഫിന്റെ അടുത്ത് നിന്ന് നിസ്കരിക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടിയാൽ അടുത്ത് നിൽക്കുന്നവന് ബുദ്ധിമുട്ടാണ്, അവൻ ബോധം കെട്ട് വീഴും. ആ സൈസ് സ്മെല്ലാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല. നിക്കോട്ടിൻ എന്ന് പറയുന്ന ഒരു മാരകമായ രാസവസ്തു ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇത് വലിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന്റെ അവയവങ്ങളിൽ ഇത് ബാധിക്കും, മുറിച്ചു മാറ്റേണ്ടി വരും. അപ്പൊ ഇന്ന ആൾക്കാരൊക്കെ സിഗരറ്റ് വലിച്ചിട്ട് കുഴപ്പമില്ല മരിച്ചു പോയല്ലോ എന്ന് പറയല്ലേ സഹോദരങ്ങളെ. അള്ളാഹു പരീക്ഷിക്കാനെന്ന് തീരുമാനിച്ചാൽ അത് മതി. അതുകൊണ്ട് ഗൗരവത്തോടെ എടുക്കണം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ, അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ, അതിന് നന്ദി പറയലാണ് ബറക്കത്ത് കിട്ടുവാനുള്ള മറ്റൊരു കാരണം. അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നീ നന്ദി കാണിച്ചാൽ നിനക്ക് അള്ളാഹു ബറക്കത്ത് ചെയ്യുമെന്ന് പരിശുദ്ധ ഇസ്ലാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പറഞ്ഞല്ലോ, ഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ നന്ദി കാണിച്ചാൽ നിങ്ങൾക്ക് ഞാൻ അധികരിപ്പിച്ചു തരും, ബറക്കത്ത് അധികരിപ്പിച്ചു തരും, നന്മ അധികരിപ്പിച്ചു തരും, നിങ്ങൾക്ക് എല്ലാ സാമ്പത്തിക സ്രോതസ്സുകൾ അധികരിപ്പിച്ചു തരും. വലഇൻ കഫർതും, നിങ്ങൾ നന്ദി കേട് കാണിച്ചാൽ ഇന്ന അദാബി കഠിനമാണ് എന്റെ ശിക്ഷ, കഠിനമാണ് എന്റെ ശിക്ഷ. നന്ദി കേട് കാണിക്കല്ലേ സഹോദരങ്ങളെ. അള്ളാഹു തന്ന സമ്പത്ത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വഴിയിൽ ചെലവഴിക്കല്ലേ. അള്ളാഹു തന്ന ആരോഗ്യം അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വഴിയിൽ ചെലവഴിക്കല്ലേ. അള്ളാഹു തന്ന ആരോഗ്യത്തിന്റെ, അള്ളാഹു തന്ന സമ്പത്തിന്റെ, അള്ളാഹു തന്ന ആയുസിന്റെ, അള്ളാഹു തന്ന സമയങ്ങൾ അള്ളാഹുവിന് പൊരുത്തപ്പെടാത്ത സമയങ്ങൾക്ക് വേണ്ടി, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത രംഗങ്ങൾക്ക് നിങ്ങൾ പ്രവേശിക്കരുത്. അതിൽ അള്ളാഹു ബറക്കത്തുകൾ ഊരിക്കളയുമെന്ന അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു. ഖുദ്സിയായ ഹദീസിൽ അള്ളാഹു തന്നെ പറയുന്നുണ്ട്, ഞാൻ അള്ളാഹുവാണ്. അള്ളാഹുവാണ് പറയുന്നത്, ഞാൻ അള്ളാഹുവാണ്. ഞാൻ നിങ്ങളെ തൃപ്തിപ്പെട്ടാൽ, ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെട്ടാൽ, ഞാൻ നിങ്ങളെ പൊരുത്തപ്പെട്ടാൽ, ബാറക്തു, ഞാൻ നിങ്ങൾക്ക് ബറക്കത്ത് ചെയ്യുന്നതാണ്. വലൈസ ലി ബറക്കത്തി മുൻതഹാ, എന്റെ ബറക്കത്തിന് അറ്റമില്ല. ഞാൻ ബറക്കത്ത് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് എന്തെല്ലാം കിട്ടുമെന്ന് നിങ്ങൾക്ക് തന്നെ ഊഹിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് സമ്പത്തുണ്ടാകും, നിങ്ങൾക്ക് സൗന്ദര്യമുണ്ടാകും, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനമുണ്ടാകും, നിങ്ങൾക്ക് വിഭവസമൃദ്ധമായ ആഹാരം കിട്ടും, നിങ്ങൾക്ക് ആയുസ് വർദ്ധിക്കും, നിങ്ങൾക്ക് സന്താനങ്ങൾ ഉണ്ടാകും, നിങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകും, നിങ്ങൾക്ക് സമാധാനത്തോടുകൂടി മുന്നോട്ട് പോകാം. ഇനി ഞാൻ കോപിച്ചു കഴിഞ്ഞാൽ, അള്ളാഹുവാകുന്ന ഏകനാകുന്ന ഞാൻ, നിങ്ങൾ എന്റെ ജീവിതത്തിൽ ഈ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത പ്രവർത്തനം നിങ്ങൾ എന്റെ മുന്നിൽ ചെയ്താൽ, ഞാൻ നിങ്ങളെ ശപിക്കുന്നതാണ്. എന്റെ ശാപമുണ്ടല്ലോ, അല്ലാഹു പറയുകയാണ്, എന്റെ ശാപമുണ്ടല്ലോ. നിങ്ങളുടെ മക്കൾ, ആ മക്കളുടെ മക്കൾ, ആ മക്കളുടെ മക്കൾ, ആ മക്കളുടെ മക്കൾ, അങ്ങനെ 7 തലമുറ അത് ബാധിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ. കേട്ട് പഠിക്കൂ സഹോദരങ്ങളെ. അതാണ് നമ്മുടെ തലമുറയിൽ ഒരു തെറ്റ് ചെയ്താൽ നമുക്ക് മാത്രമല്ല, തലമുറകൾക്ക് ബാധിക്കും, തലമുറകൾക്ക് ബാധിക്കും. ഇന്നും പല കുടുംബത്തിലും ഭ്രാന്തി വിട്ടുമാറാത്തത് എന്തുകൊണ്ടാ? വാപ്പാടെ വാപ്പ ചെയ്തതിന്റെ ഫല, കാരണവന്മാര് ചെയ്തതിന്റെ ഫലം ഇന്നും മക്കൾ അനുഭവിക്കുന്ന എത്ര കുടുംബങ്ങളുണ്ട്. ജിന്നിനെ വെച്ച് കളിച്ചും, മറ്റു സ്വാലിഹ്യങ്ങളെ അപമാനിച്ചും, മറ്റു മുത്തഖീങ്ങൾ ആളുകളെ കളിയാക്കിയും കാരണവന്മാര് ചെയ്തപ്പോൾ ഇന്ന് പല മക്കളും അനുഭവിക്കുകയാണ്. ഞാനും നിങ്ങളും ചെയ്താൽ നമ്മുടെ മക്കൾ അനുഭവിക്കും. മക്കൾ മാത്രമല്ല, 7 തലമുറകൾ അനുഭവിച്ചു കൊണ്ടിരിക്കും. അല്ലാഹു പറയുന്നു ഖുദ്സിയായ ഹദീസിൽ, നാഥനായ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ.